ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ച ഈ ഹോസ്പിറ്റൽ ഇവിടെ സമാപനം കുറിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പരിപാടികൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് പീസ് വാലിയുടെ ചെയർമാനും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ബഹുമാനായ PM അബൂബക്കർ സാഹിബാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ചുമതല വഹിച്ച കൺവീനർ കൂടിയായ KS ഷാജഹാൻ ഖാനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ ഇന്ന് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ COVID-19 അതിരൂക്ഷമായ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും മരിച്ചു വീഴുന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ രോഗം ഊർജിതമായിട്ടുള്ള ആ സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായികളായിട്ടുള്ള കുറച്ചു പേർ ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഞങ്ങളുണ്ടായിരുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ ചർച്ച വരികയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂരിലുള്ള പ്രമുഖരുമായിട്ട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തണ്ടേക്കാട് ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളിത് ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ സംവിധാനത്തോട് ഇവിടെ ഇത് സജ്ജീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ഭാരിച്ച ചെലവ് തന്നെ ഇതിന് വന്നിരുന്നു. അതും ഈ പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായികൾ അതുപോലെ തന്നെ എല്ലാ വ്യവസായികളും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1,16,78,373 രൂപയുടെ ഓഫർ കിട്ടുകയും അതിൽ 1,04,78,373 രൂപ സ്വരൂപിക്കുവാനും നമുക്ക് ചെലവ് വന്നിരിക്കുന്നത് 1,10,26,843 രൂപ ഈ 52 ദിവസം കൊണ്ട് നമുക്കിവിടെ ചെലവാകാൻ സാധിച്ചു. 5,48,476 രൂപ ഷോർട്ടേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 12 ലക്ഷങ്ങളോടുകൂടി നമ്മൾ ഓഫർ ചെയ്തതിന്റെ കിട്ടാനുണ്ട്. അത് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബാധ്യതയൊന്നുമില്ലാതെ ഈ നാട്ടിന് 543 രോഗികൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ നമുക്ക് സാധിച്ചു. ഏതായാലും ഈ പെരുമ്പാവൂർ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ സാധിച്ചതിൽ രോഗികൾക്ക് ഉപകാരം കിട്ടിയതിൽ ഉപരിയായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ അല്ലെങ്കിൽ വിളിക്കാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിരുന്നു. ഒരു ആശ്വാസം, നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പാർട്ട്ണർമാരും ഒക്കെ മരിച്ചു വീണ സമയത്ത് നമ്മൾ എറണാകുളം ജില്ലയിലെ മുഴുവൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് ബെഡില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ തുടങ്ങാൻ സാധിച്ചത്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്കതൊരു വളരെ വളരെ നല്ല രീതിയിൽ പര്യവസാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് 4 മുഴുവൻ ടൈം ഡോക്ടർമാരും 8 ഗ്രൂപ്പ് അസോസിയേറ്റ് ഡോക്ടർമാരും 15 നഴ്സുമാരും അതിലൊക്കെ ഉപരിയായിട്ട് 100ഓളം വാളണ്ടിയേഴ്സും സേവനത്തിന് സദാ സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. ഈ വാളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അവർ ജീവൻ വരെ പണയം വെച്ച രീതിയിലാണ് ഒരു ദിവസത്തിൽ 16 പേർ 6 മണിക്കൂർ ഇടപെട്ടിട്ടുള്ള 16 പേർ ഈ ഹാളിൽ സദാ സന്നദ്ധരായിട്ട് രോഗികളുടെ എന്ത് ആവശ്യത്തിനും സന്നദ്ധനായിട്ട് അവർ ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ ക്യാമ്പിന്റെ മുഖ്യ ശരിക്കും ആദരിക്കപ്പെടേണ്ട ആളുകൾ. അവർ തന്നെയായിരുന്നു. ഇവിടുന്ന് റിലീസായി പോയിട്ടുള്ള രോഗികളൊക്കെ അവരെ കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ 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 ഹൃദയപൂർവ്വമായിട്ടുള്ള വർത്തമാനങ്ങളായി പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട അടുത്തൊരു ടീം ഉണ്ടായിരുന്നു, ഓക്സിജൻ. കാരണം ഇത് നമ്മൾ തുടങ്ങാൻ പോകാൻ നിങ്ങൾ കളക്ടറെ കാണാൻ പോയ സമയത്ത് കളക്ടർ ഫസ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് എവിടുന്ന് എങ്ങനെ ഓക്സിജൻ കിട്ടണമെന്നാണ്. ഏതായാലും
ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് 60ഓളം സിലിണ്ടർ ഒരു വ്യക്തി സംഭാവന ചെയ്യുകയും അതിന് കാരണം നമുക്ക് ആ ഓക്സിജന്റെ യാതൊരുവിധ പോരായ്മകൾ ഉണ്ടായില്ല. കാരണം ഒരു രോഗിക്ക് തന്നെ 8 സിലിണ്ടർ ഒരു ദിവസം മാറിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ ഓക്സിജൻ നിറയ്ക്കാനും അതിവിടെ ഫിറ്റ് ചെയ്യാനുമായിട്ട് കുറച്ചു പേർ വളരെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരെയും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ആളുകൾ തന്നെയാണ്. 1-2 പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം, കാരണം ഈ ഓക്സിജൻ നമുക്കാർക്കും ഒരു പരിചയമില്ലാത്തൊരു സംഭവമായിരുന്നല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഓക്സിജൻ ഒരു ദിവസം 50-40 സിലിണ്ടറുകൾ മാറ്റാനും അതിനുവേണ്ടി പോകാനും ഓടി നടക്കാനും ഒക്കെ ആയിട്ട് കുറെ വളരെ കഷ്ടപ്പെട്ട 1-2 വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയേണ്ട സാഹചര്യമായിരുന്നു. നമ്മുടെ ഈ 50-60-62 ദിവസമായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളുണ്ട്. ഏതായാലും ഈ നാടിന്, ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വേറെ ആർക്കും അങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. നമ്മൾക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. പിന്നെ ആകെ ചെയ്തത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റല് അവരുടെ അനക്സായിട്ട് 100 ബെഡ് മലപ്പുറത്ത് ചെയ്തു. അതല്ലാതെ വേറെ ആരും തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തിരുന്നില്ല. ഏതായാലും നമ്മൾ ഈ 50 ദിവസം കൊണ്ട് നടത്തിയ പരിപാടി ദൈവത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ഏതായാലും നല്ല രീതിയിൽ ഇത് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് 4 ഡോക്ടർമാര് ഇവിടെ സദാസന്നമായിട്ട് ആദ്യമൊക്കെ അവരുടെ ഡ്യൂട്ടി ടൈമിൽ വന്നിരുന്നുണ്ടെങ്കിലും പിന്നെ സമയത്ത് 24 hours എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് എപ്പോഴും വിളിച്ച് വിളിക്കുന്ന അതേപോലെ തന്നെ നഴ്സുമാർ ഇതൊക്കെ എടുത്ത് പറയേണ്ടത്. ആ പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ നഴ്സുമാരെ 2 ഡ്യൂട്ടിക്ക് കയറ്റിയിട്ടുണ്ട്. കാരണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും അകത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാമത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിച്ച്, അതേമാതിരി തന്നെ മാനേജ്മെന്റ് ഇവിടുത്തെ ആളുകളായിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഇതാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഈ ഓഡിറ്റോറിയം കിട്ടിയത്, ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചതാ. നമുക്ക് ഈ ഓഡിറ്റോറിയം കിട്ടിയത് ഭയങ്കര ഉപകാരമായി പോയി. കാരണം ഇത്ര സൗകര്യമുള്ള ഒരു സ്ഥലം നമ്മൾ ഇത് കിട്ടിയില്ല. കാരണം ഈ ഓഡിറ്റോറിയം 2 സൈഡിലും ഈ പാരലായിട്ടുള്ള ബിൽഡിങ് ഇത് മുഴുവൻ നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെന്റ് വിട്ടു തരികയാണ് ചെയ്തിട്ടുള്ളത്. എന്തു ചെയ്യാനായിട്ട് എന്ത് ചോദിക്കുമ്പോഴും അവർ ഈ മാനേജ്മെന്റും ഇവിടുത്തെ കമ്മിറ്റിക്കാരും നമ്മളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഈ നാടിന്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ ഇതുണ്ട്. എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം ഉള്ളത്. ഏതായാലും ഈ പരിപാടിയിലേക്ക് ഇനി പേരെടുത്ത് പറയാതെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ ഒരു യത്നം നടത്തിയതിനു ശേഷമാണ് നമ്മളിതിൻ്റെ സമാപന പരിപാടിയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ 50 ദിവസക്കാലം വിശ്രമമില്ലാത്ത ഒരു തീവ്രയത്നത്തിലായിരുന്നു ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തന രംഗത്തുള്ള ആളുകളുമെല്ലാം. നമ്മൾക്കൊക്കെ അറിയാൻ കഴിയുന്നത് പോലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് നമുക്കിവിടെ ചെയ്തു വെക്കാൻ കഴിഞ്ഞത്. കാരണം രോഗിയായ ആർക്കും അറിയാനാവും ആ സമയത്ത് എവിടെയെങ്കിലും ഒരു ബെഡ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. പെട്ടെന്ന് കോവിഡ് മാറി ഒരു ന്യൂമോണിയയിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ പല ഹോസ്പിറ്റലുകളിലും വിളിച്ചു ചോദിച്ചിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുള്ള ആസ്റ്ററിൽ ഉൾപ്പെടെ വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ അവിടെ ഒന്നും ബെഡില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ആശങ്ക വല്ലാത്തതാണ്. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നൊരു ചോദ്യം ഒരു രോഗിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പല ഹോസ്പിറ്റലുകളുടെയും അവസ്ഥ അതായിരുന്നു. പിന്നീട് ഞാൻ തൃശ്ശൂർക്കാണ് പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടത്. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് മുമ്പിൽ ഇവിടെ ഒരു ബെഡുണ്ട്, എനിക്കൊരു കാവലായി ഒരു ടീം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലും അത് രോഗിയെ അല്ലെങ്കിൽ രോഗം എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയുടെ മുമ്പിൽ ഓരോരുത്തർക്കും വലിയ ആശ്വാസമായിരുന്നു. ആ ആശ്വാസം എത്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റൽ സജ്ജീകരണത്തിന്റെ എല്ലാ രീതികളും നിലനിർത്തിയിട്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനീയമായത്. കാരണം ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു, കൃത്യമായ ബെഡ് സംവിധാനങ്ങൾ ഉണ്ടായി. അങ്ങനെ എല്ലാം കൃത്യമായി ഒരുക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സജ്ജീകരണം ഇവിടെ വന്നത്.
നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു മാതൃകാ രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ബഹുമാന്യരായ പീസ് വാലിയുടെയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലെ പ്രമുഖരായ ഈ മരക്കച്ചവടക്കാരായി നിൽക്കുന്ന സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, സർവോപരി അതിനേക്കാൾ വലുതായി എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്തിൻ്റെ ഒരു തട്ടകമായി നിൽക്കുന്ന ഈ ഒരു മുറ്റം, നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസവുമായി നമ്മുടെ ഓർമ്മകൾ പെയ്യുന്ന മുറ്റത്ത് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെയും ഈ സ്കൂൾ അധികൃതരുടെയും എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ കൂട്ടായ്മയായി അങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയും അത് വിജയിക്കുകയും ചെയ്തത്. ഇന്നത്തെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ലോകത്താകെ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. മാരകമായ വ്യാധികൾ പടർന്നുപോയ കാലങ്ങളും ചരിത്രത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷെ ലോകത്തെ മുഴുവനും സ്തംഭിപ്പിച്ചു നിർത്തുന്ന വിധത്തിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൊറോണ വന്നതോടുകൂടെ ലോകം മുഴുവനും അങ്ങനെ ഒരു ആശങ്കയിലേക്ക് എത്തി. കാരണം കൂടുതൽ സഞ്ചാര വിനിമയ സ്വാതന്ത്ര്യങ്ങൾ കൂടിയ ഒരു പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തെ ഏത് കോണിലേക്കും ഈ പറയപ്പെടുന്ന പ്രശ്നം രൂക്ഷമായി വന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാവരും ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കാവുന്നത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാവരും കൂടി നടത്തിയത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകളുടെ കൃത്യമായ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത്, ഇത് ബൈബിളിലും പറയുന്നുണ്ട്, ഇതേ വചനത്തിന്റെ മറ്റൊരു സാമ്യമുള്ള വചനം, ഞാൻ നിന്റെ മുമ്പിൽ എത്തിയിരുന്നു ഒരു യാചകനാണ്, നീ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. അള്ളാഹുവേ, നീ ഒരു യാചകനായി എന്റെ മുമ്പിൽ വന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു അവസ്ഥ സംജാതമാവില്ലല്ലോ, കാരണം നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഒരു മനുഷ്യൻ നിന്റെ മുമ്പിലുണ്ട്, അദ്ദേഹം ദരിദ്രനായിരുന്നു, യാചകനായി നിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോഴൊന്നും നീ അയാളെ ഓടിച്ചു. രോഗിയായി ഞാൻ കിടന്നു, നീ എന്നെ സംരക്ഷിക്കുകയോ നീ എന്നെ സന്ദർശിക്കുകയോ ചെയ്തില്ല. ഇതേ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. ഞാൻ എങ്ങനെയാണ്, നീ ഉടമസ്ഥനായിരിക്കെ ഞാൻ എന്ന അടിമ എങ്ങനെയാണ് നിന്റെ മുമ്പിൽ വരിക? അപ്പോഴും അള്ളാഹു പറയും, രോഗിയായി കിടന്ന മനുഷ്യന്റെ അടുക്കൽ ചെന്ന് നീ സന്ദർശിക്കുകയും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതുവഴി എന്നെ നീ പരിചരിച്ചതുപോലെയുള്ള സമാനമായ പ്രതിഫലം ലഭ്യമാകുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ നീണ്ട ഒരു ഹദീസാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അത്രമേൽ വലിയ ഒരു കാര്യമാണ് രോഗ പരിചരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുക എന്നത്. അങ്ങനെ ആ ശുശ്രൂഷയാണ് ഇവിടെ നടന്നത്. ഈ കാര്യത്തിൽ ഇന്ന് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു ചരിത്രം, കേരളത്തിൽ എന്നല്ല ലോകത്തെമ്പാടും ആരോഗ്യ പ്രവർത്തകർ നടത്തിയിട്ടുള്ള തീവ്രമായ പരിശ്രമമാണ്. അവരുടെ ഒരു ഹൃദയവിശാലതയെ കുറിച്ചൊക്കെ നിരന്തരം നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സമയത്ത് തങ്ങൾ കൂടി ഒരു വലിയ സാഹസികത ചെയ്യുകയാണ്. ആർക്കും പിടിപെടാം, ആർക്കും എപ്പോഴും മരണത്തിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടാം. എത്ര വലിയ ഡോക്ടറായാലും അല്ലെങ്കിൽ ഏത് ആരോഗ്യ പ്രവർത്തകനായാലും അയാളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാം. ഡൽഹിയിലെ വളരെ പ്രഗത്ഭമായ, വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ അനസ്. പോസിറ്റീവായി എന്നറിഞ്ഞതിന്റെ 2ാമത്തെ മണിക്കൂറിൽ അദ്ദേഹം മരിക്കുന്നു. അത്രമേൽ സങ്കീർണമാണ് ഈ രോഗം എന്നർത്ഥം. അതിനുവേണ്ടി കാലങ്ങളോ ദിവസങ്ങളോ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. വളരെ കൃത്യമായി ആരോഗ്യത്തോടെ നടക്കുന്നു എന്നറിയുന്നതിന്റെ പെട്ടെന്ന് തന്നെ ഉടനെ ഉണ്ടാകും. അത്രമേൽ ഭീകരമാണ് ഈ രോഗം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതെല്ലാം മുന്നിൽ കാണുന്ന അതിൻ്റെയൊക്കെ അനുഭവങ്ങളുടെ ചരിത്രങ്ങൾ നിരന്തരം വാർത്തകളിലൂടെ വായിക്കുന്ന നാം തന്നെ അത് ചെയ്യുമ്പോൾ അത് വലിയ സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വലിയ കൂലിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുകയല്ല, ഒരു ഫാത്തിഹ ഓതി ഞാൻ അതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിലേക്ക് കടന്നില്ല. കാരണം പ്രാർത്ഥന എന്നതിന് ഒരു കേവല രൂപത്തിനപ്പുറം നമ്മുടെ ഹൃദയം കൊണ്ട് നടത്തേണ്ട ഒന്നാണ്. ഇവിടെ നടന്ന ഈ വലിയ യജ്ഞത്തിന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ അതിനുവേണ്ടി കൂട്ടായി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി സംഭാവന ചെയ്തവർ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 1.5 കോടി, ഏതാണ്ട് 1.5 കോടി, 1 കോടിക്കപ്പുറം
2 ദിവസത്തിന് ഉള്ളിൽ പിരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തന രംഗത്ത് അസാധ്യമെന്ന് തോന്നിപ്പോകാവുന്ന ഒരു കാര്യമാണ് ക്ഷിപ്രസാധ്യമായി. 2 ദിവസം കൊണ്ട് ഇത്രയേറെ കാശ് വന്നു. ഈ നാടിന്റെ മനസ്സാണ്, പെരുമ്പാവൂരിന്റെ മനസ്സാണ്. പെരുമ്പാവൂരിന്റെ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊടുക്കാൻ കഴിയുന്ന, അങ്ങനെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സ് അത് ശരി, നിങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ അതാ പെരുമ്പാവൂരിന്റെ മനസ്സ്. അതില് നഗരപിതാവിന് സന്തോഷിക്കാം, ഇവിടെയുള്ള വാർഡ് മെമ്പർമാർക്ക് സന്തോഷിക്കാം. അങ്ങനെ നോക്കുമ്പോ ഒരു നാട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ കൂടെ നിന്നത്. നമ്മളിപ്പോ അറിയേണ്ടത്, നിരന്തരം വിദ്വേഷവും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മനുഷ്യരൊന്നാകാൻ പോകുന്ന ഓരോ സമയങ്ങളും മുഹൂർത്തങ്ങളും അല്ലാഹു നമുക്ക് തരികയാണ്. പ്രളയമുണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടായി. പക്ഷെ മതിലുകൾ നിരന്തരം പൊളിക്കപ്പെടുകയാണ്. ചില സമയത്ത് അത്തരം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. 18 കോടി രൂപ വേണമെന്നൊരു കുട്ടിയെക്കുറിച്ച് അതിനാവശ്യം വരുമ്പോഴേക്കും അവിടെ എല്ലാ മതിലും പൊളിഞ്ഞു. അവിടെ എല്ലാ അർത്ഥത്തിലുള്ള വിദ്വേഷവും സ്പർദ്ധയും ഇല്ലാതെ എല്ലാവരും കൂടി യോജിച്ചു. മണിക്കൂറുകൾ കൊണ്ട് 18 കോടി രൂപയുണ്ടാകും. അപ്പൊ മനുഷ്യന്റെ ദയനീയാവസ്ഥയുടെ മുമ്പിൽ ഹൃദയം കലങ്ങുന്ന ഒരു മനസ്സ് നമുക്കിപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്നു. വിശ്വാസിയുടെ മനസ്സ് പോലും അതാണ്. ഒരാൾക്ക് വിഷയമുണ്ടാകുമ്പോൾ അവിടെ ഹൃദയ വിശാലതയോടുകൂടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ സാധിക്കുക എന്നതാണ്. കണ്ണ് നനയുക എന്നതാണ്. ഹൃദയം കലങ്ങുകയും കരയുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചവരാണ് ഈ വലിയ പ്രയത്നത്തിന്റെ ഭാഗധേയത്വം നിർവഹിച്ച ഓരോരുത്തരും എന്നതിൽ സന്തോഷവും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ സമയം ഇവിടെ വരാൻ കഴിയാതെ പോയതും ഞാൻ അതുപോലത്തെ ഒരു ശുശ്രൂഷയിലായിരുന്നു എന്നതുകൊണ്ടാണ്. എനിക്ക് ഏറെ വിലപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹം കരൾ സംബന്ധമായി ക്യാൻസറായി അതിൻ്റെ ഏറ്റവും മാരകാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് പാപ്പയെ ശുശ്രൂഷിക്കാനും അതിൻ്റെ നിരന്തരമായ ശ്രദ്ധയിലുമായതുകൊണ്ട് കൂടുതൽ ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ സർവ്വ പിന്തുണയും മനസ്സുകൊണ്ടുമല്ലാതെയും കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. സാറ് സൂചിപ്പിച്ചതുപോലെ 2 മിനിറ്റിൽ ഞങ്ങളെ പോലുള്ളവർക്കൊരു പ്രസംഗം നടത്തി പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാകും. എന്തായാലും ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകളെ ഉയർത്തി കാണിക്കുന്നത് അത് വരും നമ്മൾക്ക് പിന്നാലെ വരുന്നവർക്കൊരു മാതൃകയാവാൻ കൂടിയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും കുറേ ദിനങ്ങളാണ് ഈ തണ്ടേക്കാട് ജമാഅത്ത് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്ത നിലയിൽ ത്യാഗസന്നദ്ധത എന്നത് ആലങ്കാരികമായി പറയുകയല്ലായിരുന്നു. ഇവിടെ പീസ് വാലിയുടെയും സോപ്മ ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാമാതൃക നമുക്ക് നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ തുടരാൻ വേണ്ടി കഴിയും. ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത പീസ് വാലി പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ വളണ്ടിയർമാരായി ഇവിടെ സേവനമനുഷ്ഠിച്ചവർ, ഈ നാട്ടുകാരായ ആളുകൾ, ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ഇവിടെ വന്നതുമായി സഹകരിച്ചവർ, ഈ മഹാമാരിയുടെ കാലത്ത് ഒരു നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിലും നഗരസഭകളിലെയും എല്ലാം മനുഷ്യർക്ക് ശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ നമുക്ക് മാറ്റുവാൻ കഴിഞ്ഞു. ഈ മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ ഇനിയും നമ്മളിത് ആശങ്കയോടുകൂടി തന്നെ തുടരേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഈ ത്യാഗസന്നദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പീസ് വാലിയുടെയും സോപ്മ ക്ലബിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, വളണ്ടിയർമാർ, ഇതിനുവേണ്ടി ഉറക്കമൊഴിഞ്ഞ് പണിയെടുത്ത പ്രിയപ്പെട്ടവർ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നന്മയുടെ പ്രവർത്തനത്തിന് ഒരിക്കൽ കൂടിയ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സംസാരിക്കുന്ന ഉചിതമല്ല. എല്ലാവർക്കും ഇതിനെ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ സമയത്ത് ഉചിതമായ ഒരു പ്രസംഗം നടത്തി സമയം പാഴാക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സംരംഭം നടത്തിയ പീസ് വാല്യൂവിനെയും സോപ്മ ക്ലബിനെയും ആദ്യമായി തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സ്ഥാപനം ഇതിനു മുമ്പും പ്രളയ കാലഘട്ടത്ത് 2018 ഇതുപോലുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കി വലിയ അഭിമാന പുരസ്സരം തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീസ് വാല്യൂ അബൂബക്കറും അതുപോലെ ഷാജഹാനും ഞങ്ങളെ സമീപിച്ചപ്പോൾ
ഞങ്ങൾക്കുണ്ടായ ആ സന്തോഷം ചെറുതല്ല. ഇന്ന് കേരളമെമ്പാടും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് വലിയ അഭിമാനമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അതിലുപരിയായി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേരും പെരുമയും വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യയന വർഷം എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുവാനും 1ാം ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള ഒരു ബഹുമതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നിങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിന്റെ പിന്നിൽ അണിനിരുന്ന മുഴുവൻ ആളുകൾക്കും, വലിയ പബ്ലിസിറ്റി ഇല്ലാത്ത രീതിയിൽ രാവും പകലും ഇതിന്റെ അകത്ത് പ്രവർത്തിച്ച വളണ്ടിയർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ എന്ന് വേണ്ട ഇതിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. കോവിഡ് ചികിത്സയ്ക്കായിട്ട് താൽക്കാലികമായിട്ട് നാം ഒരുക്കിയ ഈ സംവിധാനം ഇന്ന് സമാപിക്കുമെന്നെങ്കിലും അതിൻ്റെ അർത്ഥം ഈ കോവിഡ് എന്ന മഹാമാരി നമ്മൾ പിരിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ സാമൂഹിക അകലം പാലിച്ചും മാസ്ക് ഉപയോഗിച്ചും ഇതിനെ നേരിട്ടേ മതിയാവുള്ളൂ. അത് നമ്മൾ തുടർന്നും കൊണ്ടുപോവുക. അതിനുള്ള പരിശ്രമം എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു കെട്ടകാലം നമ്മൾക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ താൽക്കാലിക ചികിത്സാ കേന്ദ്രം. അത് മറ്റുള്ളവർക്കും പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ 10-60 ദിവസം കൊണ്ട് ചെയ്ത ഒരു സൽപ്രവർത്തനം, ഇതിന് നന്ദി പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ വ്യക്തികളെയും പേരെടുത്ത് തന്നെ പറയേണ്ടതില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് തണ്ടേക്കാട് മഹല്ല് ജമാഅത്ത്, അല്ലെങ്കിൽ തണ്ടേക്കാട് പരിസരവാസികൾ, അല്ലെങ്കിൽ തണ്ടേക്കാടിലെ മഹല്ല് അംഗങ്ങളൊക്കെ, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇവരൊക്കെ നമ്മുടെ പീസ് വാലിയുടെ അടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പീസ് വാലിയിൽ ആക്റ്റീവാക്കി പ്രവർത്തിക്കാമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ കാണിക്കുന്ന ചൂടും ശുഷ്കാന്തിയൊക്കെ നിന്റെ കമ്പനിയിൽ കാണിച്ചിരുന്നെങ്കിൽ ആ കമ്പനി തന്നെ വലിയൊരു വിപുലമായ കമ്പനി ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ ലത്തീഫ് ക, അങ്ങനെ പലരും. നമുക്ക് അവരോടൊക്കെ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ 1 കോടി സംതിങ്, 1 കോടി 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ തന്ന ഇവിടുത്തെ വ്യവസായ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിന്റെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, നമ്മൾ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ 50 ദിവസം കൊണ്ട് പ്രവർത്തിച്ച് തീരേണ്ടതുമല്ല, തീർക്കേണ്ടതുമല്ല. ഇതൊരു കോവിഡിൽ മാത്രം ഒതുങ്ങേണ്ടതുമല്ല. മനുഷ്യ സമൂഹത്തില് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വീണുപോയ പ്രയാസപ്പെട്ട ആളുകളോട് എന്നും ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ഇത്. നമ്മുടെ ഒരു ഔദാര്യമായിട്ട് നമ്മൾ പറയേണ്ടതില്ല. ഇപ്പൊ എനിക്ക് തന്നെ എന്നെ പൊന്നാട അണിയിക്കുമ്പോൾ എനിക്കൊരു നാണായിട്ടുള്ള എന്താ നമ്മൾ പൊന്നാട അണിയിക്കും. ഇത് മനുഷ്യ സമൂഹത്തിന്റെ, അല്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ട ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. ഇവിടെ പ്രയാസപ്പെട്ട് ഓക്സിജൻ ഇതില്ലാതെ മരണപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയും അല്ലെങ്കിൽ സംവിധാനങ്ങളും നമ്മുടെ മഹലിന്റെ ഓഡിറ്റോറിയവും അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇച്ഛാശക്തിയും നമ്മൾ വച്ച് വീട്ടിൽ കയറിയിരിക്കുകയും ചെയ്താൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ, പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മൾ ഇത്തരം പ്രവർത്തനത്തിന് മുൻകൈ എടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ വന്ന് ഒരു ആശംസാ പത്രം കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചടങ്ങാണ്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. നമുക്ക് അള്ളാഹു, ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ ആ ഒരു സെൽഫി കാലഘട്ടത്തിൽ ഒതുങ്ങാതെ, നമ്മളൊക്കെ സെൽഫി ആണല്ലോ ഇപ്പൊ എല്ലാവരും മൊബൈലെടുത്ത് സെൽഫി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സിമ്പതി, എമ്പതി, ഞാൻ ഇത് മുമ്പ് ഇവിടെ പറഞ്ഞ സിമ്പതി പോരാ നമുക്ക്.
നമ്മൾ അങ്ങനത്തെ ഒരാളുകളല്ല. സിമ്പതി മനുഷ്യ സഹജമായിട്ട് മുഴുവൻ മനുഷ്യർക്കും സിമ്പതി ഉണ്ട്. ഒരു പ്രയാസങ്ങൾ കാണുമ്പോൾ, വേദനകൾ കാണുമ്പോൾ, ഇപ്പൊ പീസ്വാലിയിലൊക്കെ വരുന്ന അവിടുത്തെ രോഗികളെ കാണുമ്പോൾ വേദനിക്കാത്ത എത്ര കഠിന ഹൃദയക്കാരനാണെങ്കിലും, അല്ലെങ്കിൽ എത്ര എന്താ പറഞ്ഞ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളാണെങ്കിലും അവിടെ പോയി വന്ന് അത്തരം രോഗികളെ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ അവരോട് സഹതാപം തോന്നുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ആ സിമ്പതിക്കപ്പുറം എമ്പതി എന്ന നിലവാരത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് നമ്മൾ ഇത്തരം ഈ പീസ്വാലിയും ഈ സോപ്മയും ഈ തണ്ടേക്കാട് ജമാഅത്തും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ എമ്പതി എന്ന നിലവാരത്തിലേക്ക് വന്ന് നമ്മൾ ഇവിടെ കിടക്കുന്ന, നമ്മുടെ പരിസരത്ത് കിടക്കുന്ന പാർശ്വവൽകൃതരായ ഒരുപറ്റം മനുഷ്യര്, ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ബോഡിമെട്ടിൽ പോയിരുന്നു. ബോഡിമെട്ടിൽ ചെന്നപ്പോ അവിടെ ഒരു കുറച്ച് വീടുകളുണ്ട്, ഒരു തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗികളായി ആക്സിഡന്റ് പറ്റി തളർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആളുകൾ, ഒരു വൃദ്ധയും അതിന്റെ മകൾക്ക് 50 വയസ്സുണ്ടായി. പെരുമ്പാവൂർക്കാരി അവര് നാനേത്താനാ. പണ്ട് അവര് ഇവിടുന്ന് പോയി അവിടെ പോയി താമസിക്കണം. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, ആ മക്കളൊന്നും ഉണ്ടായില്ല. ഒരു വൃദ്ധയുണ്ട്, അവർക്കൊരു 80 വയസ്സുണ്ടാവും. അവരുടെ മകൾക്കൊരു 50 വയസ്സുണ്ടാവും. മകളും ബുദ്ധിമാന്ദ്യമുള്ളതാണ്. ഇത്തരം വൃദ്ധമാര് നമ്മളൊക്കെ സാധാരണ നമ്മുടെ ഉസ്താദന്മാരൊക്കെ സംസാരിക്കാറുണ്ട്. പ്രവാചകൻ ഒരു വൃദ്ധയുടെ ചുമടെടുത്തത്, ആ വൃദ്ധയുടെ ചുമട് വെച്ച് ഒരുപാട് വൃദ്ധമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചുമടെടുക്കാൻ മുഹമ്മദ് അബൂബക്കറോ അല്ലെങ്കിൽ അത്തരം ആളുകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ വിദ്വേഷത്തിന്റെയും പകയുടെയും അല്ലെങ്കിൽ അത്തരം വലിയ നടക്കുന്ന കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും പക സൃഷ്ടിക്കുക, വിദ്വേഷം സൃഷ്ടിക്കുക, പരസ്പരം വൈര്യം സൃഷ്ടിക്കുക, നമ്മുടെ ചുരുങ്ങിയ മഹലിൽ വരെ ഉണ്ടെന്നുള്ളതാണ്. നമുക്കൊക്കെ തോന്നുന്നത് കുടുംബത്തിൽ വരെ ഉണ്ട്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇത്തരം ഒരു കൂട്ടായ്മ, ഇത്തരം പുതിയ പാലങ്ങൾ നിർമ്മിക്കുക, അടുപ്പങ്ങൾ നിർമ്മിക്കുക, മറ്റ് സമൂഹങ്ങളുമായിട്ട് എല്ലാവരും ഒത്തൊരുമി ഒരിച്ച് നമുക്ക് മുന്നോട്ട് പോയി ഈ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാം. ചിലപ്പോൾ നാളെ കോവിഡ് ആയിരിക്കില്ല, നമ്മൾ ചലിക്കുന്ന വളണ്ടിയേഴ്സ് ആകണം. അതാണ് ഞാൻ പറഞ്ഞ ഇതിനകത്ത് ആരും പ്രായഭേദമന്യേ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവരൊന്നൊന്നുമില്ല. ഏതായാലും ജീവിതം പണയപ്പെടുത്തി. ഞാൻ ഒരു ദിവസമാണ് ഇതിന്റെ അകത്ത് കയറിയുള്ളൂ. കാരണം ഞാൻ ആ കോട്ട് ഇതിട്ട് കയറിയപ്പോഴത്തേക്കും ഞാൻ ആകെ അസ്വസ്ഥനായിപ്പോയി. അപ്പൊ ദിവസങ്ങളോളം അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയ വളണ്ടിയേഴ്സ് അവരുടെ ജീവിതത്തില് കോവിഡ് വരൂല്ലോ അല്ലെങ്കിൽ വന്നാൽ എന്തൊക്കെ പ്രിക്കോഷനോ ഒക്കെ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്ത ഒരുപാട് ആളുകൾ. ഇത് നമ്മുടെ ഔദാര്യമല്ല. ഇത് ഇത്തരം വീണുപോയ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിപ്പിക്കുന്ന ഇത്തരം ആളുകളോട് നമുക്ക് നിറവേറ്റേണ്ട അവകാശമാണ്. അത് അവർക്കൊരു അവകാശമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും ഇസ്ലാം ഉത്ബോധിപ്പിക്കുന്നതും. എല്ലാ മതങ്ങളും, ഇസ്ലാമല്ല മുഴുവൻ മതങ്ങളും ദർശനങ്ങളും ഇത്തരം മനുഷ്യ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ തണ്ടേക്കാട് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇത്രയും ഒരു വലിയ സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഇതിനോടൊപ്പം ചേർന്ന് നിന്ന, വെറുതെ ഒരു സൗകര്യം എന്നാ ഓഡിറ്റോറിയം കൊടുത്ത നിങ്ങൾ നടത്തിക്കോ എന്ന് പറയല്ലേ ഇത്. അതിനോടൊപ്പം ചേർന്ന് നിന്ന ഇതിന്റെ സംഘാടകർ, അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഇതിന് വളണ്ടിയേഴ്സ് ആയിട്ട് വന്നവര്, അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ ചെയ്തവര്, നമുക്ക് ഒക്കെ നമ്മൾ പൈസ എന്ന് പറഞ്ഞ വലിയ മൂല്യവും പ്രയാസവും, അതോടൊപ്പം തന്നെ ഇതിന് സേവനം ചെയ്ത നഴ്സുമാര്, അല്ലെങ്കിൽ ഇത് ചെയ്തവര്, ഡോക്ടർമാര് പ്രത്യേകം ഹംസ ഡോക്ടറെയും ഹുസൈൻ ഡോക്ടറെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് ഡോക്ടർ, ഷാജാൻ 4 പേര് ഉറങ്ങിയിട്ടില്ല. ഒരു പ്രത്യേക കേസിൽ ഉണ്ടായ ഒരു സാഹചര്യമാണ്. അപ്പൊ അത്തരം ഇതൊക്കെ നമ്മൾ ഈ മനുഷ്യരോട് ചെയ്യുന്ന മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ കാരുണ്യം എന്നൊക്കെ ഉള്ള ഒരു ദൗത്യമാണ്. എന്തായാലും നിങ്ങളോട് ഞാൻ ഒരു വാക്ക് കൂടി പറയുകയാണ്. പീസ്വാലി ഒരു ജനകീയ സംരംഭമാണ്. നമ്മളെല്ലാവരും അതിന്റെ സംഘാടകരാണ്. അല്ലാതെ പീസ്വാലി ഒന്ന് വേറെ, നിങ്ങൾ തണ്ടേക്കാട് ജമാഅത്ത് ഒന്ന് വേറെ, അല്ലെങ്കിൽ സോപ്മ ഒന്ന് വേറെ, അങ്ങനെയല്ല. നമ്മളെല്ലാം ഒന്നാണ്. ഈ വീണുപോയ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ മനുഷ്യരോട് കൈപിടിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി പീസ്വാലിയിൽ വലിയ ദൗത്യം, ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വലിയ ഇടപെടല്. പണ്ട് ഈ ഉസ്താദ്മാരൊക്കെ പറഞ്ഞ കറാമത്ത്, അത്ഭുത
പ്രവർത്തികൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് അതങ്ങനെയാണ് ഈ കറാമത്തിനെ കുറിച്ച് കേട്ടത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈ പീസ് വാലിയിൽ അത്തരം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ രോഗികളുടെ ട്രീറ്റ്മെന്റ്, ഈ വൈദ്യ ശാസ്ത്രത്തിൽ അസാധ്യമെന്ന് പറയുന്ന പല കാര്യങ്ങളും അവിടെ വന്ന് നടക്കുവാണ്. അതാണ് നമ്മൾ പീസ് വാലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈദ്യശാസ്ത്രം, നമ്മുടെ മൻസൂർ ഡോക്ടറെ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ നമ്മുടെ പഴയ വലിയ പ്രബലനായ ഫിസിഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞേ, നട്ടല് തളർന്ന് 10 വർഷം കഴിഞ്ഞ രോഗി എണിച്ചോ, എണിച്ചുന്നോ അങ്ങനെ പറഞ്ഞ. പക്ഷെ എണിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എണിച്ചു, അവൻ കല്യാണം കഴിച്ചു, അവന് ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഒരു സിജോ, അത്തരം ഒരുപാട് സിജോ, അല്ലെങ്കിൽ ഒരു സൽമാൻ, ഇന്ന് അവിടെ ഒരു സൽമാൻ ഉണ്ട്, അവനൊരു അപകടം പറ്റി, 23 വയസ്സായ ഒരു സൽമാൻ. അവന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടാൽ തന്നെ ആ സൽമാന് നമുക്ക് അത്തരം ഒരുപാട് മനുഷ്യര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ഇത്തരം ആളുകളെ നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ സ്വയം പര്യാപ്തരാക്കുക, അവരെ ഒരു തൊഴിൽ പരിശീലനം കൊടുക്കുക. അപ്പൊ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും, നമ്മുടെ സമയം, സമ്പത്ത്, ശരീരം, ഇതൊക്കെ ഈ പീസ് വാലി എന്ന് പറഞ്ഞ ഈ ദൗത്യത്തിന്, ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഡേയ്സ് സംവിധാനം ഇല്ലാത്തത് തന്നെ. പീസ് വാലിയിൽ ഇങ്ങനെ ഒരു ഡേയ്സ് ഇല്ല. ശരിക്കും സംസാരിക്കുന്നവർ വന്ന് സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരിക്കാം. നമുക്ക് അത് തന്നെ ഇവിടെ ഫോളോ ചെയ്യാം. കാരണം അങ്ങനെ ഒന്നും വേണ്ടതില്ല. നമ്മളെല്ലാവരും ഇതിന്റെ ഡേയ്സിലെ ആളുകളാണ്. ആ ഒരു സംസ്കാരം, ഇതൊരു കൾച്ചറാണ്. ഇതൊരു അനുഭവിപ്പിക്കുക, അല്ലെങ്കിൽ നന്മ അനുഭവിപ്പിക്കുക, വേണമെങ്കിൽ ഇസ്ലാം അനുഭവിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് നന്മ അനുഭവിപ്പിക്കുക. ആളുകളെയൊക്കെ നമ്മള് ഇനിയിപ്പോ ഈ പ്രസംഗം, ഇവിടെ 2 ഉസ്താദന്മാരും അത്യാവശ്യം നല്ല പ്രാസംഗികരാണ്. പ്രസംഗത്തിന് കുറ്റം പറയല്ല, പ്രസംഗത്തിന്റെ കാലത്തേക്കാൾ ഉപരി നമ്മൾ ഇവരെ അനുഭവിപ്പിക്കുക, സ്നേഹം അനുഭവിപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ദൗത്യത്തില് നമുക്ക് ഇനിയും ഇത്തരം ഏത് ഇടപെടലിനും, ഏത് സ്ഥലത്തും, നമ്മളിപ്പോ കേരളത്തിൽ തന്നെ എവിടെ പ്രയാസങ്ങൾ ഉണ്ടായാലും, എവിടെ ദുരന്തങ്ങൾ ഉണ്ടായാലും, എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ എത്തിപ്പെടാൻ പാകത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് പീസ് വാലിക്ക് തരാനുള്ള അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ നിങ്ങളൊക്കെ വളണ്ടിയർ ആകണം. നിങ്ങളെല്ലാവരും ഒരു മെസ്സേജ്, നമ്മളിപ്പോ ഈ പുതിയ ഇതില് നമ്മളെ കണ്ണന്തറ കൂട്ടായ്മ, മുടിക്കൽ കൂട്ടായ്മ, അല്ലെങ്കിൽ വാട്ടേക്കാട്ടോടി എന്ന് പറഞ്ഞ ആളുകള്, പിന്നെ ഇവിടെ തണ്ടേക്കാട്, അങ്ങനെയൊക്കെ നമ്മൾ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഇത്തരം നിർദ്ദേശങ്ങൾ വരികയും അപ്പോൾ തന്നെ സന്നദ്ധരായി തയ്യാറായി വരികയും ചെയ്യേണ്ട ഒരു കൾച്ചർ, ഈ പുതിയ കാലഘട്ടത്തില് സമൂഹത്തിലേക്ക് നമ്മൾ അനുഭവിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ വിദ്വേഷവും വൈരാഗ്യവും വളർത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇത് കുറയ്ക്കാൻ, ഇത് മനുഷ്യരെ ചേർത്ത് നിർത്താൻ ഇത്തരം ഒരു ദൗത്യമാണ് ചെയ്യേണ്ടത്. എന്തായാലും പീസ് വാലിയുടെ ഈ പരിപാടി വലിയൊരു ഗംഭീരമായ ഒരു പരിപാടി നടത്താനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. MP, MLA അങ്ങനെ പ്രമുഖരായ ആളുകളെയൊക്കെ വിളിച്ച്. എന്തായാലും ഈ കോവിഡ് കാലഘട്ടത്തിൽ അതൊരു പ്രയാസമായി. എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ ഇത്തരം വളണ്ടിയേഴ്സും ഇത്തരം ആളുകളൊക്കെ വന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നും ഒറ്റമെയ്യായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പൊതുവേദിയിൽ സംസാരിച്ച് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് വരുമ്പോൾ എന്നെ ആദ്യത്തെ ആഴ്ച ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവിടുത്തെ ഈ മാനേജ്മെന്റ് ആണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതിന് തുടക്കം വന്ന ആ ഒരു ചിന്ത, ഇങ്ങനൊരു സ്കൂളിൽ ഇങ്ങനൊരു കോവിഡ് ഫീൽഡ് ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വന്ന ആ ഒരു ചിന്ത, അതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു നാട് മൊത്തം കൂടെ നിൽക്കുന്നു. ഞാൻ തീരെ കണ്ടിട്ടില്ലാത്തൊരു പ്രാക്ടീസായിരുന്നു അത്. ഐ മീൻ, നമ്മളിപ്പോൾ പ്രളയം കണ്ടു, നിപ്പ വന്നത് കണ്ടു, കൊറോണ ആദ്യത്തെ വേവ് വന്നത് കണ്ടു. ആ സമയത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ അപ്പോഴൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനൊരു ഹോസ്പിറ്റലില്, ഈ ഹോസ്പിറ്റലും നമ്മളും എല്ലാം ഒരുമിച്ച് വളരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇങ്ങനൊരു സ്കൂളിൽ ഇത്രയും ഒരു മാനേജ്മെന്റ് കൂട്ടുനിന്ന് അതിനെ ഈ ഒരു ലെവലിലേക്ക് അതിനെ എത്തിച്ചത് അതൊരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് കാരണം
ഇവിടെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചു എന്ന നിലയിൽ ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആരുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കടപ്പെട്ടു പോകാണ്ട് കൊറോണ ചികിത്സിച്ച് ഇറങ്ങിപ്പോയതെന്ന്. അതായിരുന്നു എല്ലാവരുടെയും ഒരു പേടി. കാരണം കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മാസ്ക് ഇട്ട് നമ്മൾ നമ്മുടെ മുഖം മറച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ആ ഒരു സഹാനുഭൂതിയും സ്നേഹവും എല്ലാം ഒരു ഭീതിക്കുള്ളിൽ മറച്ച് നമ്മൾ സ്വയം ചുരുങ്ങുക എന്നൊരു പ്രവണതയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും കുറച്ചുകൂടി കാശുള്ളവർ കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിൽ വലിയ വെന്റിലേറ്റർ ബെഡ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരെത്രത്തോളം സേഫ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം സേഫ് ആകാൻ നോക്കുന്നു എന്നൊരു പ്രവണതയാണ് മൊത്തത്തിൽ കണ്ടത്, കൊറോണയായിട്ടുള്ളൊരു ഭീതി കാരണം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രിവിലേജുമുള്ള ആളുകൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് അവരുടെ കമ്പനി, അവരുടെ ജോലികൾ, അവരുടെ എല്ലാ കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് 24 hours ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ പിന്നിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വർക്ക് ചെയ്ത എല്ലാവരും, അതായത് വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ ഇങ്ങോട്ട് വരുമ്പം ഓരോ ബൈസ്റ്റാൻഡർ വരുമ്പോഴും ഇവിടുന്ന് നമ്മുടെ നമ്മുടെ ഓഫീസിലുള്ള ആളുകൾ ആരെങ്കിലും ആൾക്ക് പുറകെ ഓടും. ഞങ്ങൾ പറയും അവൻ ഓടുന്നുണ്ടെന്ന് പറയും. കാരണം അവൻ ഒരാൾ ഓടാതിരുന്നാൽ ഒരാൾ മതി ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ എന്താ വെച്ചാൽ പരാജയമാകാൻ മേ ബി ഒരാൾ മതിയാവും. പക്ഷെങ്കിൽ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയും ശ്രദ്ധ ചെലുത്തി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ഇവിടെ തന്നെ വേറെ ആർക്കും അങ്ങനെ കൊറോണയുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും വരാതെ അതിന് എന്താ പറയുക, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഇവിടെ ശ്രദ്ധ ചെലുത്തി അവരുടെ ജോലികൾ കൃത്യമായി ചെയ്ത ഓരോ ആളുകളുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു വിഷയം. പിന്നെ നമ്മുടെ സ്റ്റാഫ്, നഴ്സുമാരായാലും വോളണ്ടിയേഴ്സ് ആയാലും, ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, ഇവിടുത്തെ വോളണ്ടിയേഴ്സ് വരുന്നു എന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. കാരണം കൊറോണയെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു അസുഖമായി കാണുന്ന നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് വാക്സിൻ പോലും എടുക്കാതെ ഒരു പ്രതിരോധ മരുന്നുകളോ ഒന്നും എടുക്കാതെ തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ ചെയ്തു തരാം എന്ന്, ഫ്രീ ആയിട്ട് ഞങ്ങൾ സർവീസ് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കണ്ടത്. അവര് വലിയൊരു അത് ഇപ്പം എടുത്തു പറയേണ്ട കുറേ ആളുകളുണ്ട്. അത് എല്ലാ ദിവസവും ഒരു ഡ്യൂട്ടി പോലെ അല്ല, നമ്മൾ അവരുടേതായ ഒരു കടമ പോലെ അവരത് നിർവഹിച്ചു. വളരെ കൃത്യമായിട്ട് വ്യക്തതയോടെ വളരെ വൃത്തിയായി അത് ചെയ്തു. അങ്ങനെ പിന്നെ നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തെന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടേഴ്സ് ഞങ്ങളൊരു 3-4 പേര് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തിലേക്കാണ് ഞങ്ങൾ വരുന്നതെന്ന്. കാരണം ഞങ്ങൾ 4 പേരും വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരേപോലെ വളർന്നു, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒരു ഓർഗനൈസ്ഡ് ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കാവുന്ന കാര്യങ്ങളല്ല നമ്മളിവിടെ നിന്ന് പഠിച്ചത്. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടുന്നു. ഇപ്പം ഞങ്ങൾ ഫുഡിന്റെ കാര്യമാണെങ്കിലും അത് എടുത്തു പറയണം. കാരണം ഞങ്ങൾ പല സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എപ്പോൾ കിച്ചണിൽ ചെന്നാലും ഞങ്ങൾക്ക് ഫുഡ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്ന ഞങ്ങൾക്കൊരു കുറവ് വരാതെ ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്റ്റാഫ് നഴ്സ്, അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റ് ഡബിൾ ഷിഫ്റ്റിനൊക്കെ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അവർ വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ചോദിക്കും, ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ഇവർ വരുമോ? കാരണം ഒന്നാമത് PP കിറ്റിട്ടാണ് 6 മണിക്കൂർ ഡ്യൂട്ടി എടുത്തിട്ട് അവർ ഇറങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വെള്ളം എന്തെങ്കിലും കഴിച്ചിട്ട് അവരോട് പിന്നെയും കയറാൻ പറഞ്ഞാൽ അവർ റെഡിയാണ് കയറാൻ. അപ്പം അങ്ങനെ നിന്ന ആളുകൾ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒത്തിരി ആളുകളുണ്ട്. അപ്പം ഇങ്ങനൊരു സംരംഭത്തിന് കൂട്ടുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രീതിയിൽ ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇതിന് ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച, എന്നെ ഇതിൽ ഭാഗമാക്കിയ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നും നഴ്സ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പടച്ച തമ്പുരാൻ, ദൈവം, ഈശ്വരൻ, യഹോവ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചൈനീസ് ടിബറ്റിയൻ ആത്മീയ നേതാവ് ദലൈലാമ പറയുന്നുണ്ട്, പുതിയ ലോകത്ത് ഇനി ആവശ്യം ഒരുപക്ഷെ വലിയ ഡോക്ടർമാരെക്കാൾ, വലിയ എഞ്ചിനീയർമാരെക്കാൾ, വലിയ മാനേജ്മെന്റ് വിദഗ്ധന്മാരെക്കാൾ ഏറ്റവും ആവശ്യം വലിയ മനുഷ്യരെയാണ്.
യന്ത്ര മനുഷ്യർ, റോബോട്ടുകൾ വാഴുന്നൊരു കാലഘട്ടത്തിൽ ഹൃദയമുള്ള, മനുഷ്യത്വമുള്ള, തലയും തലച്ചോറും കയ്യും കാലും ഉടലും വയറും അവയവങ്ങളും പോക്കറ്റും പോക്കറ്റൊക്കെ ഉള്ള മനുഷ്യരെയല്ല, മറിച്ച് വലിയ ഹൃദയമുള്ള, വലിയ സ്നേഹമുള്ള, വലിയ കാരുണ്യമുള്ള, ചെറിയവരെന്ന് തോന്നുന്ന വലിയ മനുഷ്യരെയാണ് പുതിയ ലോകത്തിന് ആവശ്യം. തീർച്ചയായിട്ടും ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ ഏറ്റവും അഭിനന്ദിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപക്ഷെ ഇരിക്കുന്ന, നേരത്തെ പറഞ്ഞ നമ്മളുമാതിരി വെള്ളയൊക്കെ ഇട്ട് ഇരിക്കുന്ന പ്രമുഖരെക്കാൾ നമ്മൾ ഏറ്റവും ആദരിക്കുന്നത് പിന്നിലിരിക്കുന്ന, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ PPE കിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതീകം, ആ പ്രതീകത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാത്രി 1 മണിക്ക് ഇവിടെ വന്ന് ഡ്യൂട്ടിക്ക് കയറുന്ന പെൺകുട്ടികൾ വരെ ആ രൂപത്തിലുള്ള മനുഷ്യ മാലാഖമാർ, മനുഷ്യരെ കുറിച്ച് മനുഷ്യ പിശാചുക്കളുമുണ്ട്, മനുഷ്യ മാലാഖമാരുണ്ട്. ഒരുപക്ഷെ 8ഉം പൊട്ടും തിരിയാത്ത 6 വയസ്സുള്ള പിഞ്ചോമനയെ, ഒരു പൂവിനെ, ഒരു പൂമൊട്ടിനെ, ഒരു പൂമ്പാറ്റിയെ കടിച്ച് കീറുന്ന മനുഷ്യ മൃഗങ്ങൾ, മനുഷ്യ പിശാചുക്കളുള്ള ഒരു കാലഘട്ടത്തിൽ, സ്വന്തം ഭാര്യയ്ക്ക് മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സ്ത്രീധന കണക്ക് ചോദിച്ച് നരകത്തെ പോലെ, നാളെ ദൈവം നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യരെ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് നരകത്തോട് ചോദിക്കുന്നുണ്ട്, ഹലിം തലത്തി, നിനക്ക് നിറഞ്ഞോ നരകമേ എന്ന് ചോദിക്കുമ്പോൾ ഹൽമിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന നരകം. ആ നരക പോലുള്ള മനുഷ്യർ ഇനിയും പണം വേണം, ഇനിയും പൊന്നു വേണം, ഇനിയും ഏക്കർ വേണം, ഇല്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലുമെന്ന് സ്വന്തം ഇണയോട് പറയുന്ന മനുഷ്യ പിശാചുക്കളുടെ കാലഘട്ടത്തിലാണ് ഇതുപോലെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത, മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കോ ഷെയറോ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ അർത്ഥത്തിൽ ആദരവുകളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, തന്റെ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ നിറഞ്ഞു നിന്ന് ഈ സ്ഥാപനത്തിൽ നേരത്തെ നട്ടപ്പായ 1 മണിക്ക് ഡ്യൂട്ടിക്ക് വന്ന് കയറി ഇറങ്ങി, അങ്ങനെ 15ഉം 20ഉം ദിവസം ഡ്യൂട്ടി ചെയ്ത ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവരെ എത്ര ആദരിക്കുന്നതിനേക്കാളേറെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം, ഈശ്വരൻ, യഹോവ അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു സംസ്കാരമാണ്. പീസ് വാലി എന്നൊരു സ്ഥാപനമല്ല. ഇത് നെല്ലിക്കുഴിയിലെ പീസ് വാലി എന്ന് പറയുന്നത് അതിങ്ങനെ പെരുമ്പാവൂർന്ന് നെല്ലിക്കുഴിക്ക്, പെരുമ്പാവൂർന്ന് കോതമംഗലത്ത് പോകുന്ന വഴിക്ക് നെല്ലിക്കുഴിക്കുള്ളിൽ കാണുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരല്ല. പീസ് വാലി എന്നൊരു കൾച്ചറാണ്, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ അവിടെ നടക്കുന്ന ചികിത്സ എന്നത് ഏതെങ്കിലും മെഡിക്കൽ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ ഏതോ ഉപകരണങ്ങളിലൂടെ നടക്കുന്ന ചികിത്സയല്ല. അവിടുത്തെ ചികിത്സ തലോടലാണ്, ചേർത്ത് നിർത്തലാണ്, ആളുകളെ സ്പർശിക്കലാണ്. ഈസാ പ്രവാചകൻ, യേശുവിനെ കുറിച്ച് മസീഹ് എന്ന് പറയാൻ അതിന്റെ അർത്ഥം സ്പർശിക്കുക, തലോടുക എന്നതാ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അനാഥകളെ നിങ്ങൾ തലോടണം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനാഥകളെ തലോടണം, അഗതികളെ ചേർത്ത് പിടിക്കണം. പീസ്വാലിയുടെ ചികിത്സ കാരുണ്യം എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്ന, തലോടൽ എന്ന് പറയുന്ന, സ്പർശം എന്ന് പറയുന്ന ഇതൊരു വല്ലാത്ത ദൈവികമായ ഔഷധമാണ്. ആ ദൈവികമായ ഔഷധങ്ങൾ വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പീസ് വാലി നെല്ലിക്കുഴിയിൽ മാത്രമല്ല, തണ്ടേക്കാടായിരുന്നു കഴിഞ്ഞ 1 മാസമായിട്ട് പീസ് വാലി ഉണ്ടായിരുന്നത്. പീസ് വാലിയുടെ മൂല്യങ്ങളും നന്മകളും തണ്ടേക്കാടുള്ള മനുഷ്യര്, ഒരുപക്ഷെ ഇവിടുത്തെ ഈ പ്രദേശവാസികൾ, ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ എപ്പോഴും ഇവിടെ ഒരു കൊറോണയുടെ തടസ്സമില്ലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർ, ഇവിടുത്തെ ഈ സ്കൂള്, ഈ പള്ളി, ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ എത്രയോ മയ്യത്തുകൾ, ജനാസകളോട് കുളിപ്പിക്കുന്നു. കേരളത്തിൽ പക്ഷേ ഇത്രത്തോളം ജനാസ കുളിപ്പിച്ച യുവാക്കൾ തണ്ടേക്കാടുള്ള പോലെ വേറെ ഇവിടെ ഉണ്ടാവില്ല. അത്രത്തോളം ജനാസകൾ കുളിപ്പിച്ചു. ഒരുപാട് ഭയപ്പെട്ടുന്ന കാലഘട്ടത്തിൽ രോഗികൾ ചികിത്സിക്കുന്നതിലൊക്കെ അതിസാഹസികത കാണിച്ച അത്രം വലിയ മനുഷ്യ മാലാഖമാരായിരുന്നു ഈ പ്രദേശത്തുള്ള ആണും പെണ്ണും. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് ഒരിക്കൽ പറയുന്നത്, തമന്നൗ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയുന്നു. പലരും പറഞ്ഞു സ്വർണങ്ങളുടെ ഒരു ലോകം, അല്ലെങ്കിൽ ഏതോ ഖനികളുടെയും അല്ലെങ്കിൽ വജ്ര ആയുധങ്ങൾ, വജ്ര ആഭരണങ്ങളുടെയും ഒക്കെ ഒരു ലോകം, അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം, അത് ജനങ്ങൾക്ക് സ്വർണവും വെള്ളിയും ഒക്കെ നിലനിൽക്കുന്ന സൗന്ദര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഒരു ലോകമാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, എന്റെ മനസ്സിലെ സ്വപ്നം മുആദ് ഇബ്നു ജബൽ, അബൂ ഉബൈദത്തുൽ ജറാഹ്, സലിം മൗല അബൂ ഹുദൈഫ, ഹുദൈഫത്തുൽ യമാനി, ഇതൊക്കെ ചില മനുഷ്യരുടെ പേരാ. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മളെപ്പോലെ വളണ്ടിയർമാരായ നല്ല മനുഷ്യർ. അതുകൊണ്ട് ഹൃദയമുള്ള, മനുഷ്യത്വമുള്ള, മാനവികതയുള്ള, മൂല്യങ്ങളുള്ള, ഹൃദയത്തിൽ ഒഴുകുന്ന രക്തം, മനുഷ്യത്വത്തിന്റെ രക്തമുള്ള മനുഷ്യ മാലാഖമാരെ നിങ്ങൾക്കെല്ലാം അഭിനന്ദനം.
അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് പീസ് വാലിയുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പീസ് വാലി പറയുന്നു, ഇതല്ല ഇനി അങ്ങോട്ട് ഏത് ദുരിതം, ഏത് പ്രയാസം, ഏത് ബുദ്ധിമുട്ടുകളുണ്ടോ, മനുഷ്യന് വിഷമമുണ്ടോ, അവിടെ നമ്മൾ എല്ലാവരും ഉണ്ടാകും. പീസ് വാലി ഉണ്ടാകും, ഈ സംഘം ഉണ്ടാകും. ഈ ദൗത്യമായി ജീവനുള്ള കാലഘട്ടത്തോളം, ജീവൻ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം, മരിക്കുന്നത് വരെ ഈ സന്നദ്ധ സേവന കാഫിലയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാകുമെന്ന ഒരു ഐക്യദാർഢ്യ പ്രതിജ്ഞയുടെ ഘട്ടമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഏറ്റവും ഇറങ്ങി വരുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൽ. എന്നാൽ ഇവിടെ ഉണ്ടായത്, ഇവിടെ സൂചിപ്പിച്ചു, മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി, രാത്രി 1 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. 6 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി. അവിടെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ ദൈവത്തിൻ്റെ മാലാഖമാർ, പലപ്പോഴും മാലാഖമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക്, ആകാശത്തേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ആ മാലാഖമാർ യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ ശംസുർ സൂചിപ്പിച്ചു, ഇനി നമുക്ക് വേണ്ടതാണ്. അത്ര ഒരുപാട് മാലാഖമാരെ രാജ്യം തേടുന്നു. അത്തരത്തിൽ ജനസേവകരായിട്ടുള്ള ഒരുപാട് മനുഷ്യ മക്കളെ ഈ രാജ്യം, മനുഷ്യർ എന്ന് പറയുന്ന മനുഷ്യത്തിന്റെ വിശാലമായ ആ പദത്തിന്റെ പൂർണ്ണാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകളെ ഈ രാജ്യത്തെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. അവരായി നമ്മൾ മാറണം, അങ്ങനെ മാറേണ്ടതുണ്ട്. ഒരുപാട് പേരുകൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. കാരണം ഞാൻ സ്ഥിരമായി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് അതിന്റെ 2 ദിവസം അല്ലെങ്കിൽ തലേ ദിവസം മുമ്പ് ഓരോ ഷിഫ്റ്റിലേക്കുള്ള ആളുകളെ ക്രമീകരിക്കുമ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ അതിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറെ പേരുകളുണ്ട്. ഞാൻ പേരുകൾ എടുത്തപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും ഇവിടെ 45, ഇവിടെ 60 ദിവസത്തിൽ 45 ദിവസവും ഡ്യൂട്ടി എടുത്തവർ, അതല്ലെങ്കിൽ 2 ദിവസവും 2 ഡ്യൂട്ടി അടുപ്പിച്ചെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് പറഞ്ഞ ജനപ്രതിനിധിയുടെ 2 മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മാതാപിതാക്കൾ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ്. എങ്ങോട്ട് പറഞ്ഞു വിടുന്നു? സാധാരണ മാതാപിതാക്കൾ പറയുന്നത്, ഇപ്പോൾ കോവിഡാണ്, നിങ്ങൾ പുറത്തു പോകരുത്, പുറത്തേക്ക് പോയാൽ ഉടനെ ശ്വാസനയാണ് മക്കൾക്ക്, നിങ്ങൾ പോയി നിങ്ങൾ രോഗം കൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്ന് ചോദിച്ചുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ ശകാരിക്കുന്നിടത്ത് അവരെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ് രോഗികളുടെ അടുത്തേക്ക്. നമ്മൾ പറയില്ലേ, കടന്നൽ കൂട്ടിലേക്ക് നമ്മൾ ചെന്ന് ആരെങ്കിലും പോയി കൈയിടുമോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതാണ്. അത്രയ്ക്ക് നമുക്കിവിടെ വർണ്ണിക്കാൻ, പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ വലിയ മനസ്സിന്റെ സന്തോഷത്തിന്റെ ഒരു സുദിനത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഈ നാട്ടിൽ നിന്ന് ഈ 60 ദിവസത്തോളം ഈ മാലാഖമാർ ഈ ഭൂമിയിലേക്ക് ഏറ്റവും താഴെ ഇറങ്ങി വന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി ഇവിടെ പ്രവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ടി, ഇവിടെ രോഗികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റെടുത്തത്. ഇവിടെ ഒരുപക്ഷെ രോഗം ഭേദമായവരിൽ ഡോക്ടറുടെ ചികിത്സയും നഴ്സുമാരുടെ സേവനവും വളണ്ടിയർ സേവനവും അതോടൊപ്പം തന്നെ മറ്റുള്ളിടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുകൂടെ ഉണ്ടായത്, അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതിനോടുകൂടി ചേർന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചാലിച്ചു വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ദൈവം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രോഗികൾ സുഖമായി പോയിട്ടുള്ളത്. തീർച്ചയായും ഈ മാതൃക നമുക്ക് പിന്തുടരണം. നമ്മൾ പറഞ്ഞ പെട്ടിമല ദുരന്തം, അതല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ടായ ദുരന്ത മേഖലകളിൽ ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം വേദികളിൽ, അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഇവിടെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും വളർന്നു വരണം. ആ കൂട്ടായ്മകളെല്ലാം തന്നെ ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് പീസ് വാലിയുടെ മണ്ണിൽ, പീസ് വാലി എന്നുള്ളത് കേരളത്തിന്റെ ഒരു സംസ്കാരമായി മാറുന്ന രീതിയിലേക്ക് അതിനെ പിന്തുണയ്ക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണെന്ന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ രാത്രിയുടെ ഡ്യൂട്ടി നമുക്കറിയാം, ഏറ്റവും ഉറക്കത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ജനറൽ കൺവീനർ ഷാജഹാൻ, അദ്ദേഹത്തിന്റെ 2 മക്കൾ കുടുംബമായിട്ട് അവരിവിടെ ഉണ്ട്. രാത്രി അവർ, പകലെന്താണ് അവരുടെ ഡ്യൂട്ടി? പകൽ അവർ കിടന്ന് ഉറങ്ങുകയല്ല, പകൽ അവർ കച്ചവടം ചെയ്യുന്നവരാണ്. അവർ നിങ്ങൾക്ക് പോയാൽ ഒരുപക്ഷെ പത്തിരിക്കടയിൽ 10 രൂപയ്ക്ക് കൊടുത്ത് കാണാം. പക്ഷെ രാത്രി വരുമ്പോൾ അവരിവിടെ ഉണ്ടാവും. രാത്രി വന്നാൽ അവരിവിടെ ഡ്യൂട്ടിയിലാണ്, ഇവിടെ വന്നിട്ട് ഇവിടെയും സേവനമനുഷ്ഠിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ 60 ദിവസങ്ങൾ ഉറക്കമില്ലാതെ സേവന നിരതരായി എല്ലാം ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് ത്യാഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു മഹനീയമായ മാതൃക സൃഷ്ടിച്ച എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും താങ്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ നാടിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിവാദ്യങ്ങൾ. ലോകമാകെ ഈ മഹാമാരിയിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ അതിനെ മാതൃകാപരമായി പ്രതിരോധിക്കുവാൻ നമ്മളെ കേരളത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ കേരളത്തിൻ്റെ പ്രതിരോധ മതിലിൽ ഒരു തങ്ക ഇഷ്ടികയാണ് ഈ പീസ് വാലി ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ പഞ്ചായത്തിലെ
എന്നല്ല, പല പഞ്ചായത്തുകളും ഒന്നാം തരംഗം കഴിഞ്ഞപ്പോൾ FLTC എല്ലാം നിർത്തിപ്പോയി. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആശുപത്രി 40 കിടക്കകളുള്ള ബെഡുകൾ ഉണ്ടാക്കിയെങ്കിലും വളരെ പരിമിതമായി. ഇതെങ്ങനെ തരണം ചെയ്യുമെന്ന് ആവലാതിപ്പെട്ടിരുന്നപ്പോഴാണ് പഞ്ചായത്ത് പോലും ചെയ്യാൻ മടിച്ച ഒരു കാര്യം പീസ് വാല്യൂവിൻ്റെ നേതൃത്വത്തിൽ തണ്ടേക്കാട് വന്നത് ഈ പഞ്ചായത്തിന് മാത്രമല്ല, പരിസര പഞ്ചായത്തുകളിൽ കുടുംബങ്ങളിൽ കഴിയുന്ന 10,000-ങ്ങൾക്കൊരു ആശ്വാസമായി. വന്നിട്ടുള്ളത് 10,000 ആയിരിക്കില്ല, കുറച്ചാളുകളെ ഉണ്ടാവുമെങ്കിൽ പോലും 10,000-ങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ രാവും പകലും കഷ്ടപ്പെട്ട് എനിക്കറിയാം. ഇതിന്റെ സംഘാടകർ, ഇതിന്റെ വാളണ്ടിയർമാർ പണം നോക്കാതെ, ശരീരം നോക്കാതെ, അവരുടെ കുടുംബങ്ങളിലെ കുഞ്ഞു കുട്ടികളെ പോലും വാളണ്ടിയർമാരായി തീരുമാനിച്ചുകൊണ്ട് ഇത് ഏറ്റെടുത്ത ഇതിന്റെ സംഘാടകർക്ക് ഒരു ആശംസ കൊണ്ടൊന്നും ഒതുക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ 1,00,000 ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സൽപ്രവർത്തികൾക്കും ഈ നാട് ഒന്നാകെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പീസ് വാലി തണ്ടേക്കാട്ടിൽ വന്ന് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്ന ഒരു ദിനങ്ങളായിരുന്നു. ഇവിടെ ഡ്യൂട്ടി ചെയ്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒരുപാട് വാക്കുകൾ കൊണ്ട് പൂക്കളം തീർത്തു എന്നെല്ലാം പറയാം. പക്ഷെ ഞാൻ അതല്ല പറയുന്നു. ഞാൻ ഈ നഴ്സുമാരെ, ഇവരെ 2 വരി പാട്ടിലൂടെ ഞാൻ പ്രശംസിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ആദരപൂർവ്വം നമിക്കുക. ഇതിന്റെ പിന്നിൽ പറഞ്ഞ എല്ലാ ആൾക്കാരും. ഞാൻ നഴ്സുമാർക്ക്, നിങ്ങൾ പറഞ്ഞ, ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ മാലാഖമാർക്ക് വേണ്ടി 2 വരി ഗാനം. പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ, പീസ് വാലി കൂട്ടായ്മ ഒരുക്കിയ ആശുപത്രി അടിപൊളിയായിരുന്നേ. സ്വാതന്ത്ര്യമായി സ്നേഹവുമായി നമ്മൾ തീർത്തില്ലിവിടെ, ഒരു സ്വർഗം തീർത്തിവില്ലിവിടെ. പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ, തക്കാളിച്ചോത്തുള്ള നിൻ കവിളോരത്ത് നാണത്തിൻ നുണക്കുഴിയോ. പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ. നമ്മുടെ നാട്ടില് ഇനി അസുഖം വരാതിരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ സർവീസിനോട് പ്രാർത്ഥിക്കാം. അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പ്രപഞ്ച സൃഷ്ടാവിന്റെ കാരുണ്യം നാം ഇവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ മുന്നണി പോരാളികളായി നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും വിനിയോഗിക്കാൻ ഈ കെട്ടകാലത്ത് നമുക്ക് അവസരം നൽകിയ പ്രപഞ്ചനാഥനെ ആദ്യമായി സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും ഒരു യൂട്യൂബ് ചാനലിൽ പെരുമ്പാവൂരിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ പലതും കേട്ടു. ജയശങ്കർ, പക്ഷെ അദ്ദേഹം പരാമർശിച്ച ഏതൊരു വിഭാഗമാണോ ആ വിഭാഗത്തിൽ നിന്നാണ് ഇതിൽ 99% സാമ്പത്തികമായിട്ടുള്ള മുടക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെരുമ്പാവൂരിനെ മോശപ്പെടുത്താൻ ചില കുൽസിത ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ എൻ്റെ പെരുമ്പാവൂരിൽ ജനിച്ചതിന് ഞാൻ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. കാരണം ലോകത്ത് ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ ലോകത്ത് എല്ലാ മേഖലയിലും ഒരുമിപ്പിച്ചുകൊണ്ട് സമ്പത്തും ആരോഗ്യവും നമ്മുടെ സമയവും കൂട്ടിയിണക്കിക്കൊണ്ട് സോപ്മ ക്ലബും, എൻ്റെ സോപ്മ ക്ലബും, എൻ്റെ പീസ് വാലിയും, എൻ്റെ തണ്ടക്കാട് മഹലും ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനത്തിന് ആശംസയല്ല, അതോടൊപ്പം തന്നെ ഇതിന് നമുക്ക് ഏവർക്കും
പ്രപഞ്ച സൃഷ്ടാവ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച, ഇതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഒറ്റവാക്കില് ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. എനിക്ക് ഇതുപോലെ പ്രസംഗിച്ചൊന്നും പരിചയമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയതും വന്നതൊക്കെ ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് എൻ്റെ വാപ്പിനോടാണ് നന്ദി പറയേണ്ടത്. വാപ്പിയുടെ അനുവാദം ഇല്ലാതെ എന്തായാലും ഇവിടെ വന്നത് ചെയ്യാൻ പറ്റില്ലല്ലോ. പാപ്പി പാതിരാത്രി ആണെങ്കിലും പകലാണെങ്കിലും എപ്പടി കുട്ടി വിളിച്ചാലും പൊക്കോളാൻ പറഞ്ഞ് മുന്തി തണ്ടി വിട്ടതാണ്. അപ്പൊ പിന്നെ ഇതുപോലെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ഇതിവിടെ ഒരുക്കി തന്ന പീസ് വാലിക്കും സോപ്മയ്ക്കും പിന്നെ ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളാണിത്. ഈ സ്കൂളിലെ മാനേജ്മെന്റിനും എല്ലാവർക്കും നന്ദി അറിയിക്കും. ഇതിൽ പകുതിയിലധികം പേർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് താജുദ്ദീൻ, നെടുന്തോടാണ് വീട്. പലരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും മുഖം ഓർമ്മയില്ല. പിന്നെ ഈ വർക്ക് ചെയ്താൽ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്ന ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ട് എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും, എല്ലാ വോളണ്ടിയേഴ്സിനും കൂടിയാണ് കേട്ടോ പറയണത്. ഇതേപോലെ സംഘാടകർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോടെല്ലാവരും ക്ഷമിക്കണമെന്നും ഈ പരിപാടി ഇത്രയും സജ്ജീകരണത്തോടുകൂടി അറേഞ്ച് ചെയ്ത ഇത് പീസ് വാലി, തണ്ടേക്കാട് ജമാഅത്ത്, അതുപോലെ ബംഗോല പഞ്ചായത്ത്, ഇതിൻ്റെ സംഘാടകരെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ 100% വരാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുന്നു. ഇവിടെ ഏകദേശം 50 ദിവസ കാലയളവിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമ്മുടെ നെതവി സൂചിപ്പിച്ച മാതിരി ഒരുപക്ഷെ എറണാകുളം ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനാസായുമായി ബന്ധപ്പെട്ടിട്ട് മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും എല്ലാം ചെയ്യുവാൻ ഈ നാട്ടിലെ ഒരു അംഗം എന്നുള്ള നിലക്ക്, ഇതിന്റെ സേവന മേഖലയിൽ അംഗമായ നിലക്ക് അതിൽ നല്ലൊരു ശതമാനം പങ്കുവഹിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരങ്ങളായ അബ്ബാസ് പുലവത്ത്, അൻവർ കോക്കാടി, നിഷ അൻവർ, നമ്മളെ ഈ പറയുമ്പോൾ ഈ സ്ത്രീകളടക്കമുള്ള ഈ സുബൈർക്കാടെ മകൾ, അതുപോലെ തന്നെ നിഷ അൻവർ, ഇവരെല്ലാവരും ഇവരുടെ ഡ്യൂട്ടി 6 മണിക്കൂർ PP കിറ്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സഹോദരിമാർ മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ അവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുവാൻ വേണ്ടി ഓടിയെത്തുന്ന കുട്ടികളായിരുന്നു. അതുപോലെ നിഷ അൻവറും അതുപോലെ തന്നെ സുബൈർക്കാടെ മക്കളായ സൈനയും സാക്കിയയും. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുവാൻ ഒരു അവസരം ഒരുക്കി തന്ന പീസ് വാലിക്ക് പ്രത്യേകം എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളും. പ്രത്യേകിച്ച് ഈ സേവന മേഖലയിൽ PP കിറ്റിട്ടുകൊണ്ട് ഏകദേശം 6 മണിക്കൂർ 7 മണിക്കൂർ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു നൊയമ്പ് പിടിച്ച് ഇറങ്ങി വരുന്ന ഒരു പ്രതിവിധിയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. കാരണം അവിടെ കിടക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം വിടുവാൻ സാധിക്കും, ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. ഈ PP കിറ്റ് കയറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം വരെ മര്യാദക്ക് കിട്ടുവാനോ വിടുവാനോ സാധിക്കാത്തൊരു സാഹചര്യം, ഒരു തുള്ളി വെള്ളം അകത്തേക്ക് ഇറക്കുവാൻ പറ്റാത്ത സാഹചര്യം. ഈ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ 45 ദിവസം ഇവിടെ ഡ്യൂട്ടി എടുത്തു പറയുന്ന സാക്കിയ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ സഹോദരി സക്കിയെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവന മേഖലയിൽ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ സംഘാടക സമിതിയിലെ മുഖ്യ കണ്ണിയായ അനു ചങ്ങഞ്ചേരി, അതുപോലെ തന്നെ പിസുവാലിയുടെ ചെയർമാൻ സാബിത്ത്, ചെയർമാൻ അടക്കം സമതുക്ക അടക്കമുള്ള ഒരുപാട് ആളുകൾ രാവും പകലും ഇല്ലാതെ അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇത്തരം നല്ല രീതിയിൽ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഭക്ഷണം എല്ലാത്തിനും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പൈസയും എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന റഷീദ് ഖാൻ,
അദ്ദേഹത്തിന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ ഉദ്യമത്തിൽ മുഖ്യ പങ്കാളികളായ ഡോക്ടർമാർ, നഴ്സുമാർ, ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ, ഇതിന്റെ സംഘാടക സമിതി അംഗങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, പീസ് വാലി സോപ്മ ക്ലബ്ബും തണ്ടേക്കാട് മുസ്ലിം ജമാഅത്തും കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് കോവിഡ് ഹോസ്പിറ്റൽ. അതേപ്പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ കോൾ, ഒരു ക്ലിപ്പ് ഇട്ടപ്പോൾ സംഭവിച്ചതാണ് ഈ കോവിഡ് ഹോസ്പിറ്റൽ. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തല്ല, ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരെ അച്ചടിച്ചു വന്നു നമ്മുടെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ മുഴുവൻ, അത് വോളണ്ടിയേഴ്സ് ആയാലും നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും സംഘടനയുടെ പ്രവർത്തകരായാലും എല്ലാവരും അഭിനന്ദനങ്ങൾക്ക് അർഹരാണ്. അതിലുപരി ഈ സംരംഭം വിജയിച്ചു തന്ന ജഗന്നികന്താവായ റബ്ബ് തമ്പുരാന് നന്ദി പ്രകാശിച്ചുകൊണ്ടും നിങ്ങൾ ഓരോരുത്തരെയും ഈ സംരംഭത്തിൽ മുന്നിട്ടിറങ്ങിയ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനൊരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങിയതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതിൻ്റെ പേരിലാണ് ഇത്രയും ആളുകൾക്ക് നമുക്ക് ചികിത്സ നൽകുവാനും പരീക്ഷിക്കുവാനും സാധിച്ചത്. അതിന് എല്ലാവർക്കും വേണ്ടി സർവശക്തനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എൻ്റേതായ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും ഉദ്ദേശിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അതിപ്പോഴും ഞാൻ ഈ ഡേസിൽ പറയുന്നു. അതിൻ്റേതായ പല പല കാര്യങ്ങളുണ്ട്. അത് ഉത്തരവാദപ്പെട്ട ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പേരോ പ്രശസ്തിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഇനിയും മേലിലും ഏത് മേഖലകളിലും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്കും ഞാൻ നിങ്ങൾക്കും പ്രാർത്ഥിക്കുക. പടച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടത്തി എങ്ങനെ വിജയിപ്പിക്കാം എന്ന് നമ്മുടെ സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ ഭംഗിയായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ചാരിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പെരുമ്പാവൂർ മേഖലയിൽ ഒരു ഹോസ്പിറ്റൽ വേണം. ചുരുക്കി പക്ഷേ ഒരു ക്ലിനിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കണം. 20% വിലക്കുറവിൽ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ സാധിക്കണം. അതിന് ഈ സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ വല്ല കണ്ടന്തറ, മുടിക്കൽ, വെങ്ങോല ഭാഗത്തെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് 500 രൂപ ഷെയർ ഇട്ട് വലിയ രീതിയിൽ നമുക്ക് ഒരു സംരംഭമായിട്ട് ഹോസ്പിറ്റൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമുക്കറിയാം, പെരുമ്പാവൂർ മേഖല ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവർക്കൊക്കെ ഒരു ചുരുങ്ങിയ ചിലവിൽ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു ക്ലിനിക്ക് തുടങ്ങി വെക്കുകയും അത് വലിയൊരു ഹോസ്പിറ്റലായിട്ട് വളരാൻ സാധിക്കട്ടെ എന്നും അതിനുവേണ്ടി സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ ശരിക്കും ഒരു എഫർട്ട് എടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വട്ടക്കാട്ടുപടി എന്ന സ്ഥലത്ത് നിന്നും ഇവിടെ വന്ന് പീസ് വാലിയുടെ കീഴിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്കും എൻ്റെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും ഉചിതമായ സമയത്തെടുത്ത നല്ലൊരു തീരുമാനമായിരുന്നു ഇങ്ങനെ ഒരു 50 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു പോയത്. ഇതിലൂടെ ഇവിടെ നിന്ന് രോഗം ഭേദമായി പോയ എല്ലാ രോഗികൾക്കും അവർക്ക് സേവനം നൽകിയ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെയും എൻ്റെ നാടിന്റെയും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അത്യധികം ആഹ്ലാദത്തോടെയും അതിലേറെ ആത്മാഭിമാനത്തോടെയും വിവരണാതീതമായ വികാരവായ്പോടും കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുന്നത്. പിടിപെട്ടാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു മഹാമാരിയുടെ കാലത്ത് അതിൽ നിന്നും മാറി നിൽക്കാതെ, ഭയന്ന് പിരിഞ്ഞു പോകാതെ, നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കി ഇന്നാട്ടിലെ നിസ്സഹായരായ 543 പേരെ ചേർത്ത് പിടിച്ച ഈ നന്മയ്ക്ക് സമാനതകളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപറ്റം മനുഷ്യരുടെ, വീട്ടമ്മമാരുടെ, വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ, തൊഴിലാളികളുടെ, ഓട്ടോ തൊഴിലാളികളുടെ, ഡ്രൈവർമാരുടെ
അവരുടെ മുഴുവൻ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് കോവിഡ് ഹോസ്പിറ്റൽ മനോഹരമാക്കണം, ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന് തീർച്ചപ്പെടുത്തി അവർ നടത്തിയ അശ്രാന്തമായ പരിശ്രമമാണ് ഇന്നിവിടെ ഈ സന്തോഷകരമായ പിരിഞ്ഞുപോകലിന് പോലും ഇടയാക്കുന്നതെന്ന് ഞാൻ ആദ്യമായി ഓർമ്മിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ പുതുതലമുറയെ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ലോകത്തിനപ്പുറത്തേക്ക് കൈകടത്താത്ത അല്ലെങ്കിൽ സാമൂഹ്യമായ യാതൊരു ഇടപെടലിനും ശേഷിയില്ലാത്തൊരു വിഭാഗമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തുന്നതെങ്കിലും ഒരു വേള കഴിഞ്ഞ 50 ദിവസങ്ങൾ ഈ സംവിധാനത്തെ മുന്നോട്ട് നയിച്ചത് 30-ന് താഴെ പ്രായമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നതാണ്. ആകാരം കൊണ്ട് വലിയവനെങ്കിലും മനസ്സുകൊണ്ട് ചെറുപ്പമായ വിസുരു തുടങ്ങി ഈ ഫാർമസിയുടെ ഉത്തരവാദിത്തമേറ്റ 2 ചെറുപ്പക്കാർ, ബയോമെഡിക്കൽ സെക്ഷൻ, ഏറ്റവും അധികം ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന അത്തരത്തിലൊരു ഇതായിരുന്നു. ഒരു എക്യുപ്മെന്റ് കേടായാൽ എന്ന് ചെയ്യും. അപ്പോൾ വളരെ വോളണ്ടറി ആയി അതിലൊക്കെ അസോസിയേറ്റ് ചെയ്ത് വന്ന ഒരു പറ്റം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി എടുത്ത പെൺകുട്ടി, അങ്ങനെ തുടങ്ങി 30-ന് താഴെയുള്ള യൗവനം കാഴ്ചവെച്ച വളരെ അതിമനോഹരമായ ഒരു പോരാട്ട ഭൂമിയായിരുന്നു ഈ കോവിഡ് ഹോസ്പിറ്റൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരെ കേവലം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നന്ദി വാക്കുകൾ കൊണ്ടോ ഒന്നും അവരുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അതിനും അപ്പുറത്തേക്ക് ഇനിയുള്ള കാലത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന, ഉത്തരവാദിത്വം ഏൽപ്പിക്കാവുന്ന ഒരു വലിയ തലമുറ ഇവിടെ ബാക്കിയിരിപ്പുണ്ട് എന്നാണ് അവർ കാണിച്ചത് നാം മനസ്സിലാക്കുന്നത്. പീസ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംവിധാനം പീസ് വാലിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയും ഈ നാട്ടിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കും എന്ന് നമ്മളൊക്കെ ധരിക്കുന്ന ആസ്റ്റർ മെഡ് സിറ്റിയുമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പിന്നീട് അവസ്ഥ മാറുകയും സർക്കാർ ആരംഭിക്കുന്ന 1000 ബെഡിലെ 100 ബെഡ് ആസ്റ്ററിനെ ഏൽപ്പിക്കുകയും അവരതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്ത സന്ദർഭത്തിലാണ് കഴിഞ്ഞ മെയ് 10-ാം തീയതി രാവിലെ ഫ്ലോറയിൽ നടക്കുന്ന ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുകയും അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നേക്ക് 61 ദിവസം പൂർത്തിയാവുകയാണ്. ഇവിടെ സ്ഥാപനം ആരംഭിച്ചിട്ട് 50 ദിവസമാണെങ്കിലും കഴിഞ്ഞ 60 ദിവസങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്ന അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കാനോ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് ഒരു അലോസരം സൃഷ്ടിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാത്തരം അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് കോവിഡ് ഹോസ്പിറ്റലിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനസ്സുണ്ടായിരുന്നു ഇവിടെ എല്ലാവരുടെ ഹൃദയങ്ങളിലും. അതാണ് നമ്മുടെ ഈ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രം സ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും തന്നെ അലിയാർക്കട വിഭവസമൃദ്ധമായ ഭക്ഷണം പ്രതീക്ഷിച്ചാണ് ഇപ്പോഴും അക്ഷമരായി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച് അതിനെ രസം കെടുത്തുന്നില്ല. എങ്കിൽ പോലും എല്ലാവരോടും ഒരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഇനിയും ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മളെ ഒരുമിച്ച് ചലിപ്പിക്കുന്ന പീസ് വാലി മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളേവരെയും കൃത്യമായി ക്ഷണിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ വോളണ്ടിയർമാരും ഇതിന്റെ സംഘാടകരും ഒറ്റക്കും കൂട്ടായുമൊക്കെ വരുന്ന ആളുകളിലും നിങ്ങൾ പീസ് വാലിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെ ആരോരുമില്ലാത്ത ഒരു പറ്റം മനുഷ്യരുണ്ട്. സ്വന്തം ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ 20-ാം വയസ്സിലും 19-ാം വയസ്സിലുമൊക്കെ തകർന്നുപോയ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. ജീവിതം മുഴുവൻ ഡയാലിസിസ് ചെയ്തുകൊണ്ട് ജീവിതം നിലനിർത്തുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ വേദന അനുഭവിക്കുന്ന 100 കണക്കിന് രോഗികൾ അവിടെ വന്നു പോകുന്നുണ്ട്, അവിടെ കിടന്ന് മരണപ്പെടുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ തമാശയായി പോലും പറയാറുണ്ട്, 2 മരണങ്ങൾ സംഭവിച്ച രാത്രി ഇവിടെ എല്ലാവരും വല്ലാതെ അങ്ങ് വിഷമിച്ച് എല്ലാവരുടെയും ഒരു ആവേശമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് പീസ് വാലിയിൽ മരണപ്പെട്ടത് 98 പേരാണ്. ഈ 98 മരണങ്ങളിൽ ഏതാണ്ട് 78ഓളം മരണങ്ങൾ അടുത്തു നിന്ന് കാണാൻ സാധിച്ച വ്യക്തികളിൽ ഒരാളാണ്. മരണം എന്നത് ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമാണ്. അത് അദ്ദേഹത്തിന്റെ വേദന ഇല്ലാതെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് കൈപിടിച്ചെത്തിക്കുക എന്നത് അതിനേക്കാൾ സുന്ദരമായി നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അനുഭവമാണ്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്കാണ് പീസ് വാലി നിങ്ങളെ ക്ഷണിക്കുന്നത്. കൂടുതൽ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ഒരു അലോസരം ഉണ്ടാക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തലക്ക് കീഴ്പോട്ട് വേർക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ പല ഉത്തരവാദിത്ത മേഖലകളിലും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ഡ്യൂട്ടി ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കലാണ്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ്. അത് ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വമേധയെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു സംഗതി, ഇതുമായി ബന്ധപ്പെട്ട്
വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സംവിധാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതി അവരവരങ്ങ് ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങളേവരും പീസ് വാലിയുടെ വക്താക്കളാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സർവേശ്വരൻ നന്ദി. സാബിത്തുമ്മ രണ്ടു വാക്ക് സംസാരിച്ചെടുത്ത് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. നന്ദി.